നമുക്ക് ഇങ്ങനെയുള്ളൊരു ജോമെട്രി ബോക്സിനെ ഇതുപോലെയുള്ള സൂപ്പറായിട്ടുള്ളൊരു ജോമെട്രി ബോക്സാക്കി മാറ്റിയാലോ? അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിപ്പോൾ ഇതുപോലെ വരച്ചിട്ടൊന്നും പോവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ ഇവിടെ ഒന്ന് തുടച്ചിട്ട് നമ്മൾ വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. വൈറ്റ് ബേസ് അടിക്കുമ്പോൾ ഒരു 2-3 ലെയർന്ന് അടിച്ചു കൊടുക്കാം. പക്ഷേ ഇതിലെനിക്കൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും ലാസ്റ്റ് പറഞ്ഞത്, നിങ്ങൾക്കത് പറ്റാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബേസ് അടിച്ചു കൊടുത്തു, എന്നിട്ട് ഈ പെയിൻറ്റ് അടിച്ചു കൊടുത്തു. ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ്, അത് വൈറ്റിൽ ഒരു തുള്ളി ഗ്രീൻ മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുറേ ക്രാക്സ് പോലത്തെ അതിൻ്റെ തുരുമ്പ് വന്നു. അത് വരാണ്ടിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് മുൻപ് ഒന്നില്ലെങ്കിൽ വൈറ്റ് കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പേപ്പർ ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ ഇത് വരില്ല കേട്ടോ. അതൊന്നും എനിക്ക് അപ്പോഴൊന്നും ബുദ്ധിയിലേ പോയില്ല, ഇപ്പോഴാണ് വന്നത്. എന്നിട്ട് ഇതിലെന്താ വേണ്ടത് പറഞ്ഞാൽ ഇത് കൊടുക്കുക, ഔട്ട്ലൈൻ ചെയ്യുക, സ്കെച്ച് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയിട്ട് ഒന്ന് പേപ്പർ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ മായ്ക്കാൻ വേണ്ടി സ്കെച്ചും കൊണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ലാസ്റ്റ് ഞാൻ ബാക്കിൽ പ്ലെയിൻ ആയിപ്പോൾ സക്സസ് എന്നൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക.